ITIയിൽ SFI KSU സംഘർഷം. സംഭവത്തിൽ ഇരുവിഭാഗത്തിലുമുള്ള 10ഓളം പ്രവർത്തകർക്ക് പരിക്കേറ്റു. സംഘർഷം നിയന്ത്രിക്കാൻ പോലീസ് ലാത്തിവീശി. ക്യാമ്പസിൽ KSU പ്രവർത്തകർ കൊടിമരം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളായി തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം KSU സ്ഥാപിച്ച കൊടിമരം SFI പ്രവർത്തകർ പിഴുതെറിഞ്ഞെന്നായിരുന്നു പരാതിയിലുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് SFI KSU പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷം എടക്കാട് പോലീസ് എത്തിയാണ് പരിഹരിച്ചത്. കേരളത്തിലെ 31 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടി. ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ തൃശൂരിലെ നാട്ടിക, ഇടുക്കി, കരിമണ്ണൂർ, പാലക്കാട്, തച്ചമ്പാറ എന്നീ പഞ്ചായത്തുകളുടെ ഭരണം UDF പിടിച്ചെടുത്തു. 3 ഇടങ്ങളിലും UDF അട്ടിമറി വിജയമാണ് നേടിയത്. 31 സീറ്റുകളിൽ 17 സീറ്റ് UDF വിജയിച്ചു. LDF 11 സീറ്റുകളിലും BJP 3 സീറ്റുകളിലും വിജയിച്ചു. LDF 15, UDF 13, BJP 3 എന്നിങ്ങനെയായിരുന്നു മുമ്പത്തെ സ്ഥിതി. സമസ്തയിലെ ഇരുവിഭാഗങ്ങൾ തമ്മിലെ ചേരിപ്പോര് അവസാനിപ്പിക്കാൻ 10 ദിവസങ്ങൾക്കകം പ്രത്യേക മുശാവറ യോഗം ചേരുമെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. കോഴിക്കോട് സമസ്ത ആസ്ഥാനത്ത് ചേർന്ന മുശാവറ യോഗത്തിന് ശേഷം ജിഫ്രി തങ്ങൾ തന്നെയാണ് ഇക്കാര്യം മാധ്യമപ്രവർത്തകരെ അറിയിച്ചത്. CIC-യുമായി സമസ്തയ്ക്ക് ഒരു ബന്ധവുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ ഗ്രാമത്തിൽ മറ്റൊരു പാർട്ടിക്കും പ്രവർത്തിക്കാൻ അവസരം നൽകില്ല എന്നത് ഏകാധിപത്യമാണെന്നും ജനാധിപത്യവാദികളെ അണിനിരത്തി CPIM-ന്റെ ഏകാധിപത്യത്തിനെതിരെ പോരാടുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കണ്ണൂരിൽ ഉദ്ഘാടന തലേന്ന് CPIM അനുഭാവികൾ കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ച സംഭവത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിൽ നേതൃത്വമാറ്റം സംബന്ധിച്ച ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും സംഘടനാപരമായ അഭിപ്രായങ്ങൾ മാധ്യമങ്ങളോടല്ല പാർട്ടി വേദികളിൽ പറയുമെന്നും സതീശൻ വ്യക്തമാക്കി. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാൻ ഒരു ചർച്ചയും ഇല്ലെന്ന് K സുധാകരൻ വ്യക്തമാക്കി. ചർച്ചയുണ്ടാകുന്നത് മാധ്യമങ്ങളിൽ മാത്രമാണ്. പാർട്ടി പറഞ്ഞാൽ മാറും, എന്നാൽ ഒരു ചർച്ചയും ഇപ്പോഴില്ലെന്നും K സുധാകരൻ പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ തുടർന്നു പറച്ചിൽ വിവാദം അടഞ്ഞ അധ്യായമാണെന്ന് ചാണ്ടി ഉമ്മൻ MLA. ഉപതെരഞ്ഞെടുപ്പിന് ചുമതലകൾ തരാത്തതിൽ പരാതിയില്ലെന്ന് ചാണ്ടി ഉമ്മൻ വിശദീകരിച്ചു. KPCC പ്രസിഡന്റ് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. ഇനി പറയാനുള്ളതെല്ലാം പാർട്ടി വേദിയിൽ മാത്രമേ പറയൂവെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലുമായി പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കമായി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ കച്ചകെട്ടി BJP. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 30% അതിൽ കൂടുതലോ വോട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റവും ഉണ്ടാക്കിയ 62 നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടുതൽ ഊന്നൽ നൽകാനാണ് പാർട്ടി കോർ കമ്മിറ്റിയുടെ തീരുമാനം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡ് കയ്യേറി സമരപ്പന്തൽ കെട്ടിയ സംഭവത്തിൽ CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷന്റെ നേതാക്കളടക്കം 150 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ജോയിന്റ് കൌൺസിൽ നേതാവ് KP ഗോപകുമാറിനെ 1-ാം പ്രതിയാക്കിയും മറ്റു നേതാക്കളായ ജയചന്ദ്രൻ കല്ലിങ്കൽ, OK ജയകൃഷ്ണൻ, പള്ളിച്ചാൽ വിജയൻ തുടങ്ങിയവരടക്കമുള്ളവർക്കെതിരെയാണ് കന്റോൺമെന്റ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. കണ്ടാലറിയുന്ന 150 പേരെയാണ് പ്രതികളാക്കിയിരിക്കുന്നത്. പൊതുവഴിയിലുള്ള ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും നടപ്പാത കയ്യേറി കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതിനുമാണ് കേസ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ രജിസ്റ്റർ ചെയ്ത 32 കേസുകളിൽ അന്വേഷണം തുടരുന്നതായി സർക്കാർ ഹൈക്കോടതിയിൽ. രജിസ്റ്റർ ചെയ്ത 4 കേസുകളിൽ തെളിവില്ലാത്തതിനാൽ അന്വേഷണം അവസാനിപ്പിച്ചു. ഒരു അതിജീവിതയുടെ പരാതിയിൽ മാത്രം 11 കേസുകൾ എടുത്തിട്ടുണ്ടെന്ന് SIT സംഘം ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചു. ഹേമ കമ്മിറ്റിയിൽ പേരുള്ള എല്ലാവരെയും SIT ബന്ധപ്പെട്ടോ എന്ന് WCC കോടതിയിൽ സംശയം പ്രകടിപ്പിച്ചു. റിപ്പോർട്ടിൽ പേരുള്ള എല്ലാവരുമായും സംസാരിച്ചെന്ന് സർക്കാർ മറുപടി നൽകി. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പ്രത്യേക പോലീസ് സംഘം കോടതിയിൽ ഹാജരാക്കി. ഹർജികൾ ഈ മാസം 19-ന് വീണ്ടും പരിഗണിക്കും. അന്തസ്സും അഭിമാനവും സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കുമുണ്ടെന്ന് ഹൈക്കോടതി. ആലുവ സ്വദേശിയായ നടി നൽകിയ ലൈംഗികാക്രമണ പരാതിയിൽ നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ പരാമർശം. ബാലചന്ദ്ര മേനോന് നേരത്തെ ഹൈക്കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. പരാതിക്ക് അടിസ്ഥാനമായ സംഭവങ്ങൾ ഉണ്ടായത് 2007-ലാണെന്നും പരാതി സമർപ്പിച്ചത് 17 വർഷത്തിന് ശേഷമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ ഉത്തരവ്. കരിങ്ങാലി വെള്ളക്കുപ്പി കാണുമ്പോൾ ബിയർ ആണെന്ന് തോന്നുന്നവരുടെ മനോനില പരിശോധിക്കണമെന്ന് CPM വനിതാ നേതാവ് ചിന്ത ജെറോ. കൊല്ലം ജില്ലാ സമ്മേളനത്തിനിടെ പ്രചരിച്ച ചിത്രങ്ങൾക്ക് മറുപടിയായിട്ടാണ് ചിന്ത ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയത്. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് ഹരിത രാഷ്ട്രീയത്തിന്റെ മാതൃകാ പാഠങ്ങൾ പകർത്തിയാണ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് പ്ലാസ്റ്റിക് കുപ്പിവെള്ളം ഉപേക്ഷിച്ച് പുനരുപയോഗിക്കാൻ കഴിയുന്ന കുപ്പിയിൽ കരിങ്ങാലി കുടിവെള്ളം സമ്മേളന നഗരിയിൽ വിതരണം ചെയ്തത്. ഇതിന്റെ ചിത്രങ്ങൾ ബിയർ കുപ്പിയാണ് എന്ന മട്ടിലാണ് സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷ നന്നാക്കികൾ പ്രചരിപ്പിക്കുന്നതെന്നും ചിന്ത പറഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കേരളത്തിൽ. വൈക്കം സത്യാഗ്രഹത്തിൽ തന്തൈ പെരിയാർ പങ്കെടുത്തതിന്റെ ശതാബ്ദി ആഘോഷ സമാപനത്തിൽ പങ്കെടുക്കാനാണ് സ്റ്റാലിൻ കേരളത്തിലെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇന്ന് രാത്രി സ്റ്റാലിൻ കൂടിക്കാഴ്ച നടത്തും. കോട്ടയം കുമരകം ലേക്ക് റിസോർട്ടിൽ വെച്ചാണ് കൂടിക്കാഴ്ച.
കേരളത്തിൽ നാളെയും മറ്റന്നാളും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാർലമെന്റിന് പുറത്ത് റോസാപ്പൂക്കളും ദേശീയ പതാകയുടെ ചെറിയ മാതൃകയുമായി പ്രതിപക്ഷ പ്രതിഷേധം. സഭ ചേരുന്നതിനു മുമ്പാണ് പാർലമെന്റിന് പുറത്ത് അദാനി വിഷയം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. ദിവസവും വ്യത്യസ്ത രീതികളിലുള്ള പ്രതിഷേധ മുറകളാണ് പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷം നടത്തുന്നത്. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, സുരേഷ് ഗോപി എന്നിവർക്ക് പൂക്കൾ നൽകിയാണ് പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധം അറിയിച്ചത്. ഇന്ത്യ സഖ്യ നേതൃത്വ തർക്കത്തിൽ കോൺഗ്രസിന് പിന്തുണ അറിയിച്ച് DMK. മമതയുടെ പാർട്ടിയെ തമിഴ്നാട്ടിൽ ആർക്കും അറിയില്ലെന്ന് DMK വക്താവ് TKS ഇളങ്കോവൻ. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ കോൺഗ്രസിന്റെ ശക്തമായ സാന്നിധ്യമുണ്ട്. സഖ്യത്തെ ആര് നയിക്കണമെന്ന് ഒരു പാർട്ടിക്ക് തനിച്ച് തീരുമാനിക്കാനാകില്ലെന്നും ഇളങ്കോവൻ പറഞ്ഞു. ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിലെ ചർച്ചകൾക്കിടെ കേന്ദ്ര സർക്കാരിനെ നിശിതമായി വിമർശിച്ച് ശശി തരൂർ. വയനാട് വിഷയമടക്കം ഉയർത്തിയാണ് ബില്ലിനെതിരെ കോൺഗ്രസ് MP അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ് ബില്ല് അവതരിപ്പിച്ചത്. പുതിയ ബില്ല് തന്നെ ദുരന്തമാണെന്നായിരുന്നു ശശി തരൂരിന്റെ മറുപടി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ദിനത്തിലെ ഉദയാസ്തമയ പൂജ മാറ്റിയതിനെതിരായ ഹർജിയിൽ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിക്ക് നോട്ടീസ്. വൃശ്ചിക മാസത്തിലെ പൂജ തുലാമാസത്തിലേക്ക് മാറ്റിയതിനെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് നോട്ടീസ് നൽകിയത്. വെബ്സൈറ്റിലെ പൂജാ പട്ടിക അതുപോലെ നിലനിർത്തുമെന്ന് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. അധികാരത്തിലേറിയാൽ ഉടൻ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുമെന്ന് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കുടിയേറ്റം നിയന്ത്രണ വിധേയമാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നിറവേറ്റുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ആരൊക്കെ കളിക്കും കളിക്കില്ല എന്നുള്ള ആകാംക്ഷയിലും ആവേശത്തിലും ആരാധകർ. ക്രിക്കറ്റ് ലോകം ഒരുപോലെ ടെസ്റ്റ് മത്സരത്തിലേക്ക് ഉറ്റുനോക്കുന്ന കാഴ്ചയാണ് നിലവിലുള്ളത്. ഓസ്ട്രേലിയ, ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക എന്നിവരാണ് പ്രധാനമായും ഫൈനലിലേക്ക് മത്സരിക്കുന്നത്. 4 ടീമുകൾക്കും മത്സരങ്ങൾ ബാക്കിയിരിക്കെ ഫൈനലിലേക്ക് ഒരു ഫോട്ടോ ഫിനിഷ് തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്.